ധൈര്യത്തോടെ ആ തിരുസന്നിധിയിലേക്ക് ഓടിക്കടന്നു വരാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അഗ്നിജ്വാലയ്ക്കകത്ത് കണ്ണുള്ളവൻ സകലതും അറിയുന്നവടിക്കിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ പിന്നാമ്പുറങ്ങളെ അറിയുന്നവൻ, നമ്മൾ എന്തായിരിക്കുന്നെന്ന് അറിയുന്നവൻ, നമ്മൾ എന്തായി തീരുമെന്ന് അറിയുന്നവൻ യേശു മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭാവി അറിയുന്നവൻ. മാനവും മഹത്വവും നിനക്കു മാത്രമേ. ആത്മനദൻ മഹോന്നതൻ യേശുവേ നീയേ. മാനവും മഹത്വവും നിനക്കു മാത്രം. ആരൊക്കെ മാറിയാലും നിത്യനാം ദൈവം, നിത്യനാം ദൈവമേശു എന്റെ രാജാധിരാജനേശു. ഞാൻ ഘോഷിക്കും ഉന്നതം. പാടിനും ഞാൻ ഘോഷിക്കും മാധുര്യം. പാടിനും ഞാൻ ഘോഷിക്കും നാമം എത്ര ഉന്നതം. പാടിനും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ. യെസ്. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. നല്ല സ്നേഹിതനായി, നല്ല സ്നേഹിതനായി യേശുവിൻ വിശ്വാസത്തോടെ എന്തോരാനന്ദമേ ജീവിതം സൗഭാഗ്യമാണ്. ആരിലും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹമെത്ര ഉന്നതം. ഓ പാടിലും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹമെത്ര മാധുര്യം. പാടിലും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിലും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അങ്ങത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹത്തിനായിട്ട്, ആ സ്നേഹത്തിനായിട്ട് നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ അറിയുന്നതിലധികം നമ്മളെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. ആർക്കും സ്നേഹിക്കാൻ കഴിയാതെ വണ്ണം എന്നെ സ്നേഹിക്കുന്നവരുവിനോട് യേശു മാത്രമേ. അപ്പൻ മറന്നാലും അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അനേകർക്ക് അത് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. മറിയോട് ചോദിച്ചാൽ മറിയ പറയും, സ്തോത്രം, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് അവർക്ക് ഇരുന്നപ്പോൾ കിട്ടിയ സന്തോഷം, ആ പാദപീഠത്തിൽ ഇരുന്നപ്പോൾ കിട്ടിയ സമാധാനം, ആ പാദപീഠത്തിൽ ഇരുന്നപ്പോൾ കിട്ടിയ ശക്തി എവിടെ ചെന്നാലും കിട്ടത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അതുകൊണ്ടാണ് മർത്തയുടെ കർത്താവ് പറഞ്ഞു, മർത്തയെ നീ പല കാര്യങ്ങളെ ഓർത്ത് വിചാരപ്പെടുകയാണ്, പക്ഷേ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ല അംശം തിരഞ്ഞെടുത്ത ദൈവമക്കളുണ്ടെങ്കിൽ ആ കർത്താവിന് സ്തോത്രം ചെയ്ത് നന്ദി പറയും. കർത്താവേ, ഞാൻ ഇരിക്കുന്ന അവിടുത്തെ പാദപീഠത്തിലാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. സ്വർഗ്ഗസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അരികിലിരിക്കുന്ന യേശു ആവെ സ്വർഗത്തോളം കടന്നു പോയെങ്കിൽ ഒരുറപ്പുണ്ട്, ഞാനിരിക്കുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ്. ഹല്ലേലൂയ. യോഹന്നാൻ ചോദിച്ച യോഹന്നാൻ പറയും, അവൻ്റെ മാർവോട് ചേർന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ലോകത്തിലെങ്ങും കിട്ടാത്തൊരു സമാധാനമുണ്ട്, ലോകത്തിലെങ്ങും കിട്ടാത്തൊരു സന്തോഷമുണ്ട്, ലോകത്തിൽ എവിടെ ചെന്നാലും കിട്ടാത്തൊരു സൗഖ്യമുണ്ട്. അത് യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. എന്ന സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾ ആ ദൈവത്തിന് എത്ര നന്ദി പറയും. ആ ആഴ്ച ഞാൻ പല സ്ഥലത്തും പോയി, പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഒരു സന്തോഷം എങ്ങും കിട്ടത്തില്ല കേട്ടോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കാരണം യേശു ഉണ്ടെങ്കിൽ അവിടെ സ്വാതന്ത്ര്യമുണ്ട്, യേശു ഉണ്ടെങ്കിൽ അവിടെ സന്തോഷമുണ്ട്, യേശു ഉണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട്. എത്ര എത്ര വിഷയങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പുണ്ട്, യേശു അടുത്തുണ്ടെങ്കിൽ അത് മതി. പത്രോസിന് അത് മതി. കർത്താവേ, സ്തോത്രം സ്തോത്രം. അങ്ങേ വിട്ട് ഞാൻ എങ്ങോട്ട് പോകും? പത്രോസ് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. പലരും വിട്ടുപോയപ്പോഴും ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ വിട്ടുപോകാതെ പത്രോസിനോട് യേശു ചോദിച്ചു, നിനക്കും പോകണമോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇല്ല കർത്താവേ, ഞങ്ങൾ അവിടെ പോകാനാ. സ്തോത്രം സ്തോത്രം. എത്ര പേരെന്ന് പറയും, ഞങ്ങൾ അവിടെ പോകാനാ കർത്താവേ. അങ്ങയുടെ അടുക്കൽ വന്നാൽ ഹല്ലേലൂയ ജീവന്റെ വചനമുണ്ട്, അവിടെ ജീവനുണ്ട്, അവിടെ സമൃദ്ധിയായ ജീവനുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ സൗഖ്യമുണ്ട്, അവിടെ വിടുതലുണ്ട്, അവിടെ ഉത്തരമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല. യേശുവിനെ അറിഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, എനിക്ക് എൻ്റെ യേശുവിനോട് കൂടി ഇരിക്കാൻ എനിക്ക് താല്പര്യം. സ്തോത്രം. ഈ ഭൂമി വിട്ട് എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അടുക്കൽ ചെല്ലണമെന്നാണ് പത്രോസിൻ്റെ ആഗ്രഹം, പൗലോസിൻ്റെ ആഗ്രഹം. പക്ഷേ അവൻ ചിലതൊക്കെ അവിടെ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്തിട്ട് പോകണം. പക്ഷേ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് കടന്നു പോകണം. സ്തോത്രം. ഇവ രണ്ടിനാൽ ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് ഉത്തമമല്ലോ. യേശുവിനോട് കൂടി ആയിരിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം. യേശു ഉള്ളിടത്ത് വിടുതലുണ്ട്, യേശു ഉള്ളത് സന്തോഷമുണ്ട്, യേശു ഉള്ളത് സ്നേഹമുണ്ട്, യേശു ഉള്ളത് സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം സ്തോത്രം. ഇന്ന് എത്ര പേർന്ന് പറയും, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ട അങ്ങ് സാന്നിധ്യമാണ്. അങ്ങില്ലാത്ത ഒരു ആരാധന ഞങ്ങൾക്ക് വേണ്ട, അങ്ങില്ലാത്തൊരു സ്വർഗം ഞങ്ങൾക്ക് വേണ്ട. യേശു സ്വർഗത്തിലേക്ക് അത് സ്വർഗമല്ല കേട്ടോ. സ്തോത്രം സ്തോത്രം. ഭൂതന്മാരുണ്ടായിട്ട് കാര്യമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവില്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. യേശുവുള്ള സ്വർഗം മാത്രം ഞങ്ങൾ ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നു എന്നിൽ വർദ്ധിച്ചിടുമേ, ആശ തന്നോടെന്നു എന്നിൽ വർദ്ധിച്ചിടുമേ. ആശ തന്നെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുമേ, ആശ തന്നെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുമേ.
വഹിച്ച നാൾ സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കുന്തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കും നേതൻ കൂടെ വാഴാൻ എന്തു സാധ്യമോ, പാർക്കും നേതൻ കൂടെ വാഴാൻ എന്തു സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെങ്ങുമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെങ്ങുമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ കാത്ത നിത്യമാർപ്പിടം തന്നിൽ, കൈകളാൽ കാത്ത നിത്യമാർപ്പിടം തന്നിൽ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കും. ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെങ്ങുമെന്നിൽ വർദ്ധിച്ചിടുന്നു, ആശ തന്നോടെങ്ങുമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. അന്നു തീരും എന്റെ കഷ്ടമെന്നീ മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തീരും എന്റെ കഷ്ടമെന്നീ മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്നെ ശുദ്ധരത്തു പാടിയാകുമേ, അന്നു തന്നെ ശുദ്ധരത്തു പാടിയാകുമേ. എന്നെനിക്ക് സാധ്യമോ മഹത്സമ്മേളനം, എന്നെനിക്ക് സാധ്യമോ മഹത്സമ്മേളനം. അന്നു തീരും എന്റെ കഷ്ടമെന്നീ മണ്ണിലേ, അന്നു
നൽകുവാൻ കഴിയുന്നവനുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഹാലൂയ. അമ്മ തൻ്റെ മാർവോട് തന്നെ കുഞ്ഞിനെ ചേർക്കുന്നത് പോലെ സ്തോത്രം. പഴയ നിയമം പിതാവിനെ സ്തോത്രം കാണിക്കുമ്പോൾ പുതിയ നിയമത്തിൽ അമ്മയുടെ സ്നേഹം യേശുവിലൂടെ വെളിപ്പെടുകയാണ്. സ്തോത്രം. ഇന്നും അമ്മ സകലരും ഇട്ടിട്ട് പോയ ഒരുവനെ വഴിയിൽ ഇട്ടിട്ട് പോകുമ്പോഴും അവൻ്റെ മുറിവിനെ കെട്ടി അവനെ സത്യത്തിലെത്തിക്കുന്നൊരു നല്ല സമരിയക്കാരനുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. ചതഞ്ഞ് ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. എത്ര കഥാവിന് സന്നിധിക്കുന്ന ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഥാവി എത്ര വലിയ ഭാരമുള്ള വിഷയമാണെങ്കിലും ഒരു പക്ഷേ പലപ്പോഴും കഥാവിന് സന്നിധിയിൽ നമ്മൾ മാറിപ്പോകുമ്പോഴും നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നതും ആമേൻ ആ കഥാവിൻ്റെ സ്നേഹത്തെ ഓർത്ത് എത്ര ദൈവത്തെ നന്നാവും കഥാവി. ആമേൻ. പലരും ആമേൻ നമ്മൾ പലരുടെ അടുക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലാതെ ആരും ഇങ്ങോട്ട് വരാറില്ല. സ്തോത്രം. പക്ഷേ നമ്മൾ അടുത്ത് ചെന്നില്ലെങ്കിലും നമ്മളോട് അടുത്ത് വരുന്നൊരു കർത്താവുണ്ട്. സ്തോത്രം. നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്. ആമേൻ. നമുക്കുള്ളതിനെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാം. ആമേൻ. ആമേൻ വേദനിക്കുന്ന നിമിഷങ്ങളിലും എൻ്റെ വേദനയെ മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവ്. ക്ഷീണത്തോടെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് ക്ഷീണത്തെ മാറ്റാൻ കഴിയുന്ന ഒരുവരുണ്ടെങ്കിൽ ആ യേശു മാത്രമേ ഉള്ളൂ. ആ കഥാനുകരങ്ങളിലേക്ക് നിൽക്കുക. സ്തോത്രം. കഥാവി ആ സാന്നിധ്യം ഒരിക്കൽ കൂടി ഒന്ന് അനുഭവിക്കുക. എന്നെ ഒന്ന് സഹായിക്കുന്നു. ആശ്വാസം ആവശ്യമുള്ള ഭരണം
അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ, ഒരു പ്രതിഫല ഇച്ഛയുമില്ലാതെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അടുത്ത് വരുന്നവനെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഒന്നും നേടുവാനല്ല, ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, പക്ഷെ ഒറ്റ കാര്യം വെച്ചു ആമേൻ അവിടെ യോഹന്നാൻ ആഗ്രഹിച്ചുള്ളൂ. ആ സാന്നിധ്യം, ആ സ്നേഹം, ആ കരുണ, ആ ആർദ്രത ഒന്നനുഭവിക്കുവാൻ, ഒരു ആശ്വാസം ലഭിക്കുവാൻ, സ്തോത്രം, അവൻ്റെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നവരുടെ കഥാണുമാണ്. അവൻ നീ എൻ്റെ സന്നിധിയിൽ സന്തോഷിച്ചുകൊള്ളുക, നീ എൻ്റെ സന്നിധിയിൽ സന്തോഷിച്ചുകൊള്ളുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ സാധിച്ചു തരും. കർത്താവിനാണ് നമ്മുടെ സന്തോഷമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ ആഗ്രഹം എല്ലാം കർത്താവിൻ്റെ ആഗ്രഹങ്ങളായി തീരും. യേശുവിനോട് ചേർന്നിരിക്കുന്നവരാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളായി തീരും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. സ്നേഹിക്കില്ല ഞാൻ യേശുവേ, എല്ലാത്തിനേക്കാളും പത്രോസേ, ഈ കാണുന്ന നിന്നെക്കാളും വലയെക്കാളും ഏറ്റവും സ്നേഹിക്കുന്ന എല്ലാത്തിനേക്കാളും നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയുമോ? ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ,
ഇരുട്ടവന് വിഷയമല്ല. വെളിച്ചമില്ലെങ്കിൽ ആമേൻ പടക് എവിടെയാണെന്ന് അറിയുന്നവരുണ്ട്. തിരമാലയാണെങ്കിലും പടക് എവിടെയാണെന്ന് അറിയുന്നവരുണ്ട്. ലോകത്തിൽ ആർക്കും എന്റെ വിഷയം അറിയത്തില്ലെങ്കിൽ ഇന്ന് വിഷയം അറിയുന്നതിന്റെ അടുക്കലേക്കാണ് കടന്നു വന്നിരിക്കുന്ന വിശ്വസിക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ വിശ്വാസത്തെ കാണാം. ഹല്ലേലൂയ സ്തോത്രം. ഭയപ്പെടുന്ന നല്ല ചെയ്തിയ യേശുവിന്റെ അടുക്കലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിച്ച് പറയും കർത്താവേ ആരും എന്നെ കാണുന്നില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിലും എന്നെ വ്യക്തമായി അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്റെ വിഷയത്തെ അതുപോലെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. തീക്കകത്ത് കിടക്കുന്നവന്റെ മേലും ആമേൻ ഈ ദിവസങ്ങളിൽ അനകത്തിറങ്ങി വരുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. തീയാണെങ്കിലും വെള്ളമാണെങ്കിലും അവന് വിഷയമല്ല. എൻ്റെ വിഷയം എൻ്റെ ദൈവത്തിൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം എനിക്ക് വലിയ വിഷയമാണ്. പക്ഷേ എൻ്റെ ദൈവത്തിന് എൻ്റെ വിഷയം ഒരു വിഷയമല്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അവന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഒരു വിഷയം ഒരു പാട്ടോടി പാടി കഥാവിന് മഹത്വം കൊടുക്കാം. ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എല്ലാമില്ലാതുള്ള നന്മകളോർത്താൽ വന്നിപ്പനായിരം നാവുകൾ പോരാ. എല്ലാമില്ലാതുള്ള നന്മകളോർത്താൽ വന്നിപ്പനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി
വിശ്വസിക്കുന്നവനാൽ ഇത് സാധ്യമാണ്. ആമേൻ. വിശ്വസിക്കാത്തവൻ അത് അസാധ്യമായി നിൽക്കുമ്പോൾ ഇന്നും വിശ്വസിക്കുന്നതിൻ്റെ മേൽ സാധ്യമാക്കുവാൻ കഴിയുന്ന ദൈവത്തിനടുക്കിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് വിശ്വാസത്തോടെ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്കെടുത്ത് വരാം. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി ഈ ഞായറാഴ്ച കാലം അറിയിപ്പാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നൽകി തന്ന നല്ല ആരാധനയ്ക്കായിട്ട് ദൈവസാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. തിരുവചന ചിന്തയ്ക്കായിട്ട് 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ അവിടെ പുറത്തുള്ള ചില വിഷയങ്ങൾ, പുറത്തുള്ള ചില കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് നിങ്ങളുടെ പുറത്തുള്ളതിനേക്കാളും അവിടെ പറയുക, നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാളും വലിയവനല്ലോ. പലപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പല പ്രതികൂലങ്ങളെയും മുമ്പിൽ നിൽക്കുന്ന ശക്തി കേന്ദ്രങ്ങളെയും നമുക്ക് തകർക്കുവാൻ, നമുക്കതിനെ മറികടക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ നമ്മുടെ ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ, ആത്മീയ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അറിഞ്ഞ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതിനെയും നമുക്ക് മറികടക്കാൻ കഴിയാതിരിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് മറികടക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് ജയമെടുക്കുവാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. ഇന്ന് എത്ര വിശ്വാസം പറയും, കഥാവി ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും ശക്തി കേന്ദ്രമാണെങ്കിലും അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ, എൻ്റെ അകത്തളങ്ങളെ ബലപ്പെടുത്തുവാൻ, എൻ്റെ ഉള്ളിലെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. മാനസികമായി തളർന്നു പോകുമ്പോൾ, പലപ്പോഴും ആത്മീയമായി നമ്മൾ ശോഷിച്ചു പോകുമ്പോൾ, പലപ്പോഴും ശത്രുവിൻ്റെ മേൽ ജയമെടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, ആമേൻ, ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ അതിനേക്കാളും ശക്തിയുള്ളവരായി തീരുവാൻ, അതിൻ്റെ മേൽ ജയമെടുക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാളും ശക്തനാണ്. അത് ശരിയാണ്. ആമേൻ. നമ്മളിൽ ഉള്ളവൻ ആരാണ്? നമ്മളിൽ ഉള്ളവൻ നമ്മുടെ പുതിയ മനുഷ്യനാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകരും. അവൻ്റെ ഉള്ളിൽ യേശുക്രിസ്തു രക്ഷിതാവും കർത്താവുമായി വരും. അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാളും ശക്തനാണ്. നമുക്ക് പുറത്തുള്ളതിന് മേൽ ജയമെടുക്കുവാൻ കഴിയും. പക്ഷേ ഇന്ന് ആമേൻ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് അതിൻ്റെ മേൽ ജയമെടുക്കാതിരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആമേൻ, ഇന്ന് ജയം തരാൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, നിങ്ങളിലുള്ളവൻ, വെറുതെ പറയുന്നതല്ല. കാരണം നമ്മുടെ അകത്തുള്ളവൻ, സ്തോത്രം, ഈ ലോകത്തിലെ ഏത് ശക്തിയേക്കാളും ശക്തിയേറിയതാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നത് എന്തായിരുന്നെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. സ്തോത്രം. നമ്മുടെ ഉള്ളിലുള്ള ചിലതൊക്കെ പുറത്ത് പോയപ്പോഴാണ് അകത്ത് യേശു വന്നത്. അറ്റ്ലീസ്റ്റ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. സ്തോത്രം. അകത്തുള്ള ചില ദുർവ്യാപാരങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിന്മേൽ അതിൻ്റെ 2:1 നമ്മുടെ അകത്ത് മുമ്പുണ്ടായിരുന്ന എന്തായിരുന്നു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ദൈവത്തിൻ്റെ വചനം കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അതെ, അവിടെ പറയുകയാണ്, മുമ്പ് ലോകത്തിൻ്റെ കാലഗതിയെ, ഈ ലോകമെന്ന് പറഞ്ഞാൽ പാപകരമായ പുറത്തുള്ള ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ദുർവ്യാപാരമുണ്ട്.
അല്ലെങ്കിൽ യേശു പറഞ്ഞു, ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന പിശാചിനെ പറ്റി കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ ആ പൈശാചിക മണ്ഡലം നമ്മളെ മേൽ കർത്തൃത്വം നടത്തി നമ്മളെ നിയന്ത്രിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് കാഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, കർത്താവ് എനിക്കൊരു വിടുതൽ വേണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അങ്ങനെ കർത്താവിനെ അറിഞ്ഞപ്പോൾ, യേശു ക്രിസ്തു അകത്ത് വന്നപ്പോൾ എന്നിലുണ്ടായിരുന്ന ചില ദുസ്വഭാവങ്ങളും ചില പാപത്തിൻ്റേതായതും അല്ലെങ്കിൽ പല ശാപബന്ധനങ്ങളിൽ നിന്നും ഈ ലോകത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന ആത്മാവിൻ്റെ അധിപതിയായവനൊരുവനുണ്ട്. അവനാണ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ കൺട്രോളിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചു. സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. അതിനുശേഷം എൻ്റെ ഹൃദയത്തിനകത്ത് യേശു വന്നു. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിനെ പകർന്നു. എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വചനത്തെ തന്നു. അല്ലെങ്കിൽ അപ്പോൾ പുറത്തുള്ളവനേക്കാളും നമ്മുടെ അകത്തുള്ളവൻ ശക്തനായിരിക്കണം. അകത്തുള്ളവൻ ശക്തനല്ലെങ്കിൽ ദൈവമക്കൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും സ്തോത്രം, നമുക്കെടുക്കേണ്ടുന്ന ജയവും നമുക്ക് കിട്ടുന്ന വിടുതലും നമ്മൾ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങളും പലപ്പോഴും പ്രാപിക്കാൻ തക്കവണ്ണം ഇടയാകാതെ ആമേൻ ആയിത്തീരുന്നതിന് കാരണം അകത്തുള്ളവൻ പുറത്തുള്ളവനേക്കാളും ശക്തനാണ്. സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം അതാണ്. സ്തോത്രം, ഈ ദിവസങ്ങളിൽ ചില മണ്ഡലങ്ങളുടെ മേൽ നമുക്ക് ജയമെടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ അകത്തുള്ളവൻ പുറത്തുള്ളവനേക്കാളും ശക്തനായിത്തീരുന്നു. ഹല്ലേലൂയ. അപ്പോൾ പുറത്തുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ലോകം, പാപം, പിശാച്, ഇതാണ് പുറത്തുള്ളത്. ലോകം നമ്മളെ മോഹങ്ങളാൽ നമ്മളെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റാൻ നോക്കുമ്പോൾ നമ്മുടെ ജഡശരീരത്തിലുള്ള പാപം നമ്മളെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുമ്പോൾ പൈശാചിക മണ്ഡലം പലപ്പോഴും നമ്മളെ പല രീതിയിൽ നമ്മുടെ ജീവിതത്തെ വളരെ വിഷമകരമായി മാറ്റുമ്പോൾ സ്തോത്രം, അതിൻ്റെ മേൽ ജയമെടുക്കുവാനുള്ളൊരു അധികാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം തൻ്റെ ജനത്തിൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. അപ്പോൾ ശത്രുവിൻ്റെ പദ്ധതി മറ്റൊന്നുമല്ല. ശത്രുവിൻ്റെ പദ്ധതി നമ്മൾ ശക്തി പ്രാപിക്കരുത്, ദൈവമക്കൾ ശക്തി പ്രാപിക്കരുത്. ദൈവമക്കൾ അവർ ശക്തിയില്ലാത്തവരായി തീരണം. അപ്പോൾ ശക്തിയില്ലാത്തവരായി തീരുമ്പോഴാണ് ശത്രുവിന് നമ്മുടെ മേൽ ജയമെടുക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ആ ശക്തിയെ ചോർത്തിക്കളയുവാൻ ശത്രുവായവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് ആദാമ്യ വർഗത്തിൻ്റെ മേൽ സ്തോത്രം, ആദാമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദാമിന് ദൈവം എല്ലാ അധികാരവും ശക്തിയും ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണുപോയ ദൂതന്മാർ, അവരെക്കാളും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഛായയിലല്ല ദൂതന്മാരെ സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ ഛായയിൽ ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൂതന്മാർക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു നമുക്കുള്ളത്. നമുക്ക് ചിലതിനെ സൃഷ്ടിക്കാൻ കഴിയും. അനവധി കാര്യങ്ങൾ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിലിരിക്കുന്ന മൊബൈൽ ഫോൺ തുടങ്ങി, വിമാനം തുടങ്ങി, ഈ കമ്പ്യൂട്ടറിനകത്തിരിക്കുന്ന ചെറിയ ചിപ്പ് തുടങ്ങി, അങ്ങനെ അനവധി കാര്യങ്ങൾ മനുഷ്യൻ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ മേൽ പകർന്ന ഒരു ദൈവിക അധികാരമുണ്ടായിരുന്നു. അതൊരു ശക്തിയായിരുന്നു, അധികാരമായിരുന്നു. അതാണ് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയത്. പക്ഷേ ഈ ദിവസങ്ങളിലും യേശു ക്രിസ്തുവാകുന്ന പുതിയ ആദാമിലൂടെ ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ മേൽ ആ ശക്തിയെ പരിശുദ്ധാത്മാവം ദൈവം മടക്കി തരികയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ, എൻ്റെ ഭവനാന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ മേൽ, എൻ്റെ മനസ്സിൻ്റെ മേൽ ഏതെങ്കിലും കർത്തൃത്വം നടത്തുന്ന ശക്തി കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ തക്കവണ്ണം എൻ്റെ അകത്തുള്ളവനെ കർത്താവിനെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ ഈ ദിവസങ്ങളിലും നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാപിക്കേണ്ട ജയത്തെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പോൾ ആദാമിൻ്റെ ജീവിതത്തിൽ ആദാമിനുണ്ടായിരുന്ന അധികാരവും ആദാമിനുണ്ടായിരുന്ന ഹല്ലേലൂയ, ആദാമാണ് ലോകത്തെ അന്നുണ്ടായിരുന്ന ഭൂമിയെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആദാമിൻ്റെ അകത്തേക്ക് പുറത്തുനിന്ന് പാപം അകത്ത് കയറിയപ്പോൾ ശത്രുവിൻ്റെ ആധിപത്യത്തിലേക്ക്, അവൻ്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ
അകത്തേക്ക് കടന്നു വന്നപ്പോഴാണ് അന്നുണ്ടായിരുന്ന ആദാമിൻ്റെ ശക്തി പോയത്. അപ്പോൾ അവിടെ ശരീരം പതുക്കെ ദ്രവിക്കാൻ തുടങ്ങി, മനസ്സ് പതറാൻ തുടങ്ങി, മനസ്സിൻ്റെ ശക്തി കുറയാൻ തുടങ്ങി, നിയന്ത്രണങ്ങൾ കൈവിട്ട് പോകാൻ തുടങ്ങി. അവസാനം മണ്ണോട് മണ്ണായി ചേരുന്ന ഒരു അനുഭവത്തിലേക്ക് ആദാമിൻ്റെ ജീവിതത്തിലേക്ക് ശത്രു അവൻ കാണിച്ചത് മറ്റൊന്നുമല്ല, ആദാം ആരാണെന്നുള്ളതിനെ പറ്റി ആ വ്യക്തമായ ബോധ്യം ആദാമിൻ്റെ ജീവിതത്തിൽ മാറ്റിക്കളഞ്ഞു. അപ്പോൾ ആദാമിനെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചെന്നുള്ളത് ആദാമും ഹവ്വയും മറന്നുപോയി. അപ്പോൾ ദൈവത്തിനെ പോലെ ആകുവാൻ, അല്ലെങ്കിൽ ദൈവത്തിനെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവർക്ക് കിട്ടിയ മഹാഭാഗ്യത്തെ കാണിക്കാതെ ശത്രു അവരെ ദൈവത്തിൻ്റെ ഉന്നത പദവികളിൽ കടന്നു ചെല്ലുവാൻ വേണ്ടി കാണിക്കുമ്പോൾ അവരെ ആക്ച്വലി ഉണ്ടായിരുന്ന ആ വലിയൊരു അധികാരവും ശക്തിയും അവരുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞുപോയി. അവരെ ശ്രദ്ധ മാറ്റി അവരുടെ ഉള്ളിലേക്ക് ദൈവം നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മുടെ അകത്തുള്ള ആത്മീയ മനുഷ്യൻ ബലപ്പെടുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അകത്തുള്ള ഈ ആത്മീയ മനുഷ്യൻ ബലപ്പെട്ടാൽ, ഹല്ലേലൂയ, ശത്രുവിന് ഏറ്റവും വലിയ ഭയം നമ്മളെന്ന വ്യക്തി, അല്ലെ നമ്മളെ വിശ്വാസത്തിൽ കടന്നു വന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അവർ പുറത്തുള്ള എന്തൊക്കെ പ്രാപിച്ചാലും പിശാചിന് പേടിയില്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ പേടി നമ്മൾ ആത്മീയമായിട്ട് ബലപ്പെടാൻ തുടങ്ങുമ്പോഴാണ്. സ്തോത്രം. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ബാക്കിയെല്ലാം കൊടുത്താലും ഒരു വ്യക്തി ആത്മീയമായിട്ട് ബലപ്പെടുവാൻ പിശാച് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തിരിച്ചറിഞ്ഞു, ഈ ദിവസങ്ങളിലും വിശ്വാസ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചാലും നമുക്ക് ഇനിയും ഒരു ജയമെടുക്കേണ്ട മണ്ഡലങ്ങളുണ്ട്. ദൈവജനം റെഡ് സീ ചെങ്കടൽ കടന്നതിന് ശേഷവും അവർക്കൊരു യാത്രയുണ്ടായിരുന്നു, അവർക്കൊരു യുദ്ധമുണ്ടായിരുന്നു. നമ്മുടെ രക്ഷിക്കപ്പെട്ട അനുഭവം അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. പക്ഷേ ആ ആത്മീയ മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങിയാൽ, അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ലേഖനങ്ങളിലൊക്കെയും അവിടെയൊന്നും ഭൗതികമായിട്ടുള്ള വിഷയത്തിൻ്റെ മേൽ എന്തെങ്കിലും കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന സകല ലേഖനത്തിനകത്തും അകത്തുള്ള മനുഷ്യൻ ബലപ്പെടുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അകത്തുള്ള മനുഷ്യൻ ബലപ്പെട്ടാൽ, സ്തോത്രം, പുറത്തുള്ളതിൻ്റെ മേൽ ദൈവമക്കൾക്ക് ജയമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ, മനസ്സിലാകുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് പുറത്ത് എന്തൊക്കെ കിട്ടിയാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അകത്തുള്ള മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങിയാൽ ഈ ദിവസങ്ങളിൽ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെങ്കിലും, എൻ്റെ ഹല്ലേലൂയ ആരോഗ്യത്തിൻ്റെ അവസ്ഥ എന്താണെങ്കിലും ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, പുറമേ ഉള്ളതല്ല, പുറമേ ഉള്ളതൊക്കെ ക്ഷയിച്ചു പോകും. പക്ഷെ അകത്തുള്ള ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട് കേട്ടോ. ആ മനുഷ്യനൊന്ന് ബലപ്പെട്ടാൽ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ചില അസാധ്യമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ, ജയമെടുക്കുവാൻ കഴിയാതിരിക്കുന്ന മണ്ഡലങ്ങളിൽ, ഹല്ലേലൂയ, രോഗശക്തികളെ പോലും ഈ ദിവസങ്ങൾ നിർവീര്യമാക്കാൻ കഴിയുന്ന ഒരു ആത്മശക്തി ദൈവജനത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ അയക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ മേൽ അവൻ ആത്മീയമായിട്ട് ഇന്ന് ഈ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയല്ല, എൻ്റെ അകത്തുള്ള ആത്മീയ മനുഷ്യൻ ഈ ദിവസങ്ങളിൽ ഒരു ഫോം ചെയ്യണം, ഈ ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കണം. ഈ ദിവസങ്ങളിൽ പുറത്തുള്ളതിനേക്കാളും, ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കാളും, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെക്കാളും, ഞാനായിരിക്കുന്ന മണ്ഡലങ്ങളിലെ പാരമ്പര്യ ശക്തികളെക്കാളും ഈ ദിവസങ്ങളിലും ഈ ദിവസങ്ങളിൽ എൻ്റെ മുമ്പിൽ വാതിലുകളെ അടയ്ക്കുന്ന, എൻ്റെ ശരീരത്തോട് വാദിക്കുന്ന അന്ധകാര ബന്ധനങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ ഒന്ന് ബലപ്പെട്ടാൽ, ഹല്ലേലൂയ, ആരും കൈവെക്കണ്ട, ആരും അവിടെ വരണ്ട. എൻ്റെ ജീവിതത്തിൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയകത്ത് വ്യാപരിച്ചാൽ, എൻ്റെ ഉള്ളിൽ ആത്മീയ മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങിയാൽ, എൻ്റെ ഉള്ളിലുള്ള ആത്മ മനുഷ്യൻ ഈ ദിവസങ്ങളിൽ ക്രിസ്തു എന്ന തലയോളം വളരാൻ തുടങ്ങിയാൽ, പുറത്തുള്ള ശക്തി കേന്ദ്രങ്ങൾ എന്നെ അമർത്തുവാൻ ശ്രമിക്കുന്ന, എനിക്ക് നേരെ നിൽക്കുന്ന, എനിക്ക് നേരെ വെല്ലുവിളിക്കുന്ന ചില എല്ലാ മണ്ഡലങ്ങളുടെ മേലും ദൈവജനത്തിന് ജയമുണ്ട്. ദൈവജനത്തിന് ജയമുണ്ട്. ദൈവജനത്തിന് ജയമുണ്ട്. ഹല്ലേലൂയ.
ആത്മീയ ശുശ്രൂഷകളിലും ഈ ദിവസങ്ങളിലും ദൈവത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നല്ല സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ അതിൻ്റെ യഥാസ്ഥാനതകളിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നിടങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ ഈ ദിവസങ്ങൾ നമുക്ക് ആവശ്യമായ ശക്തിയാണ്. അപ്പോൾ ആത്മ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ അതിന് രൂപാന്തരം വരണം, അതിനകത്ത് ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിക്കാൻ തുടങ്ങിയാൽ എൻ്റെ ആത്മീയ ജീവിതത്തിന് മാറ്റം വരും, എൻ്റെ ഭൗതിക മണ്ഡലത്തിന് മാറ്റം വരും, എൻ്റെ ശാരീരിക അവസ്ഥകൾക്ക് മാറ്റം വരും, എൻ്റെ മാനസിക തലങ്ങൾക്ക് മാറ്റം വരും. ഹാലേ, ചുറ്റും ഒരു മാറ്റം വരാൻ തുടങ്ങും. ഹാലേലൂയ, ആഗ്രഹിക്കുന്നുവെന്ന് പറയണം. കർത്താവേ, എൻ്റെ അകത്തുള്ള ആത്മീയ മനുഷ്യൻ ശോഷിച്ചു പോകുവാനല്ല. ഹാലേലൂയ, എല്ലാ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ, ഞായറാഴ്ചകൾ കടന്നു പോകുമ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുവാനല്ല. പുറമേ എൻ്റെ ശരീരം ക്ഷയിക്കുന്നെങ്കിലും അകമയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും, ആ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. 2026 ഇപ്പോൾ ആയിരിക്കുന്ന ആത്മീയ മനുഷ്യനായിരിക്കില്ല, 2027 ആയിരിക്കുന്നത്. അതായി തീരുവാൻ വേണ്ടിയാണ് ദൈവസഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്. അതിനകത്ത് ദൈവമക്കളെ ആക്കി തീർത്തിരിക്കുന്നതിൻ്റെ കാരണം ഈ ദിവസങ്ങളിലും എന്നിലൂടെ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ കിടപ്പുണ്ട്, എൻ്റെ കുടുംബത്തിനകത്തോട് വെളിപ്പെടാൻ കിടപ്പുണ്ട്, എന്നിലൂടെ കർത്താവ് ചെയ്യുവാനുണ്ട്. ഈ ദിവസങ്ങളിൽ എൻ്റെ മേൽ വരേണ്ട ദൈവിക വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും എൻ്റെ മേൽ പ്രാപിക്കുവാൻ തക്കവണ്ണം തടസ്സമയം വ്യാപരിക്കുന്ന വ്യാപാരങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറണമെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകലൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഉള്ളിലെ ആത്മീയ മനുഷ്യൻ ശോഷിച്ചു പോകുവാനല്ല. ഹല്ലേലൂയ, ശത്രുവിൻ്റെ പദ്ധതി ഇതാണ്, എന്നെ വീക്കാക്കുവാനാണ്, എന്നെ ക്ഷീണിപ്പിക്കുവാനാണ്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി എന്നെ ബലപ്പെടുത്തുവാനാണ്, എന്നെ ബലമേറിയ ഒരു ശക്തി കേന്ദ്രമാക്കി മാറ്റുവാനാണ്. പിന്നെ പുറത്തു നിൽക്കുന്ന ശക്തികളുടെ മേൽ എനിക്ക് ജയമെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആ ശക്തിയുടെ മേൽ ജയമെടുക്കുവാൻ നോക്കണം ദൈവമക്കളുടെ ജീവിതത്തിനകത്തേക്ക്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ നമുക്കൊരു രൂപാന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും ഭയം നമ്മളെ പിടികൂടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ നല്ല സാക്ഷികളായി ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നമ്മുടെ മാനസികമായ നമ്മുടെ ആത്മീയമായ മണ്ഡലങ്ങളിൽ, സ്തോത്രം, അതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് വരുവാൻ പലപ്പോഴും നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും പലപ്പോഴും അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ മനുഷ്യൻ ബലപ്പെട്ടാൽ നമ്മുടെ മാനസികാവസ്ഥ മാറാൻ തുടങ്ങും, നമ്മുടെ ആത്മീയ അവസ്ഥ മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ ചിന്താഗതികൾ മാറാൻ തുടങ്ങും. നമ്മുടെ വിശ്വാസത്തിൻ്റെ തൻ്റേതായ വചനത്തിൻ്റെ വെളിപ്പാടുകൾ, സത്യങ്ങൾ നമുക്ക് വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഈ മർമ്മം മനസ്സിലായ അപ്പോസ്തലന്മാരായ പൗലോസും പത്രോസും യോഹന്നാനുമൊക്കെ എഴുതിയ ലേഖനങ്ങൾ സൂക്ഷ്മമായി വായിച്ചു നോക്കിയാൽ അതിനകത്ത് മുഴുവൻ ദൈവജനത്തിൻ്റെ, ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കളുടെ അകത്തളത്തിലുള്ള ആത്മീയ മനുഷ്യൻ എങ്ങനെ രൂപാന്തരപ്പെടണം, എങ്ങനെ ശക്തി പ്രാപിക്കണം, എങ്ങനെ കർത്താവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ അടുത്ത് വരണമെന്നുള്ളതിനെ പറ്റി വ്യക്തമായി അവിടെ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത്. അകത്തുള്ള ഉള്ളവനെ ഈ ദിവസങ്ങൾ ദൈവം ബലപ്പെടുത്താൻ പോവുക. അകത്തുള്ളവൻ ബലപ്പെടാൻ തുടങ്ങിയാൽ ഇതിനകത്ത് പൈശാചികം വല്ലതും കേൾക്കുന്നുണ്ടെങ്കിൽ വിറയ്ക്കാൻ തുടങ്ങും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഒരു ശക്തി കേന്ദ്രമാക്കി മാറ്റുവാൻ. ഹാലയില് പലപ്പോഴും നമ്മുടെ ബലഹീനതകളെ കരഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മുടെ ശക്തിയെ കുറച്ച് കാണിക്കാൻ ശത്രു ശ്രമിക്കുമ്പോൾ ഇന്ന് ഞാൻ ആരാണെന്ന്, ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഹല്ലേലൂയ, ശത്രുവേ ഞാൻ ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ, എൻ്റെ അവസ്ഥ എന്താണെങ്കിലും, എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെങ്കിലും, എൻ്റെ ചുറ്റുവട്ടങ്ങളുടെ അവസ്ഥ എന്താണെങ്കിലും, ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ ആത്മീയ മനുഷ്യൻ ഒന്ന് ബലപ്പെടാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിലും പുറത്ത് വരേണ്ട ചിലത് ഈ ദിവസങ്ങൾ പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 4:16 പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുമ്പോൾ ഞങ്ങളുടെ അകത്തുള്ളവൻ എന്തുവാണ്? ഹല്ലേലൂയ. നാൾക്കുനാൾ ഓരോ ദിവസവും, അതെ,
പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ പിന്നെ അവൻ യഥാർത്ഥത്തിൽ അവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ മനുഷ്യൻ ജനിച്ചാൽ അവൻ മരണത്തിലേക്കല്ല പോകുന്നത്, അവൻ ജീവനിലേക്കാണ് പോകുന്നത്. അവൻ ശക്തി കുറയുകയല്ല, അവൻ്റെ ഉള്ളിൽ നാൾക്ക് നാൾ കഴിയുന്നതോറും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക, പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക, ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവൻ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് പലയിടങ്ങളിലും അതിനെപ്പറ്റി സംസാരിക്കാൻ ഇടയാകാതെ ആയിരിക്കുന്ന വിശ്വാസികൾ വന്നതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവൻ പുറമേയുള്ള കാര്യങ്ങളെപ്പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ, കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ മേൽ സ്വപ്നം കാണുന്നവരല്ല, ഈ ദിവസങ്ങൾ ചിലതിനെ പിടിച്ചടക്കുന്നവരാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നെ മാറ്റാൻ കഴിയുമെന്ന് ഈ ദിവസങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകണം. ശത്രു എന്നെ അവൻ ക്ഷീണിപ്പിക്കാൻ നോക്കുമ്പോൾ, ശത്രു എന്നെ കുറച്ച് കാണിക്കാൻ നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിലും അവൻ ആ ശക്തിയെ ഈ ദിവസങ്ങൾ പുതുക്കുവാൻ തക്കവണ്ണം, എൻ്റെ ആത്മമനുഷ്യൻ ബലപ്പെടുവാൻ തക്കവണ്ണം, എൻ്റെ ഉള്ളിൽ ക്രിസ്തുവാണ് ജനിച്ചതെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ സ്തോത്രം സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനുള്ള അധികാരങ്ങൾ ദൈവസഭയുടെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. എൻ്റെ അകത്തുള്ളവൻ, ഒരിക്കൽ കൂടി പറയണം, പുറത്തുള്ളവനേക്കാളും ശക്തനാണ്. എൻ്റെ അകത്തുള്ളവൻ പുറത്തുള്ളവനേക്കാളും ശക്തൻ തന്നെയാണ്. ഞാൻ ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ആരാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം പറയണം, എൻ്റെ അകത്തളങ്ങളിൽ യേശുവുണ്ട്, എൻ്റെ അകത്ത് സഹായിപ്പാൻ പരിശുദ്ധാത്മാവുണ്ട്, എൻ്റെ അകത്ത് എന്നെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ വചനം. മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ അതിനകത്തൊരു മർമ്മം കിടപ്പണം, അതൊന്ന് പറയാൻ വേണ്ടി സ്തോത്രം. അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അവിടെ പറയുകയാണ്, അതിൻ്റെ 3:15 പറഞ്ഞിരിക്കുന്നത്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം, അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഉള്ളിൽ വന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ അകത്തുള്ള മനുഷ്യനെ ആമേൻ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ഉള്ളിലുള്ളത് മഹത്വത്തിൻ്റെ ധനത്തിനൊപ്പം ശക്തിയോടെ ബലപ്പെടുവാൻ തക്കവണ്ണം അവിടെ അടുത്ത വാക്യം വായിച്ചു. അപ്പോൾ രണ്ടാമത് ആരാണ് നമ്മുടെ അകത്തുള്ളത്? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ. ക്രിസ്തു ഹൃദയത്തിനകത്ത് വിശ്വാസത്താൽ വസിക്കുവാൻ ആമേൻ വരം നൽകണമെന്നും, അതെ കർത്താവിലെ അവിടെ കർത്താവുമായിട്ടുള്ള ആ കൂട്ടുബന്ധത്തിലേക്ക്, പരിശുദ്ധാത്മാവുമായിട്ടുള്ള സഹവർത്തത്തിലേക്ക് ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ നമ്മുടെ അകത്തുള്ള മനുഷ്യൻ ഈ ദിവസങ്ങളിൽ ബലപ്പെടാൻ തുടങ്ങും. അല്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മൾ അകത്ത് ക്രിസ്തുവും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ വന്നാലും നമുക്ക് പലപ്പോഴും അങ്ങോട്ട് ബലപ്പെടാൻ പറ്റുന്നില്ല. നമ്മളിവിടെ പ്രസംഗിച്ചിട്ടൊക്കെ പോവും, പരിശുദ്ധാത്മാവ് വരും നമ്മളെ ബലപ്പെടുത്തും. പക്ഷേ യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തിയറി അറിയാം, പക്ഷേ പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ വരുമ്പോൾ അതിൻ്റെ കാരണം നമ്മളായിരിക്കുന്ന ശരീരം മഹത്വീകരിക്കപ്പെട്ട ശരീരമല്ല, നമ്മൾ ആയിരിക്കുന്ന ഈ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. ഈ ശരീരത്തിന് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ശരീരത്തിന് മാറ്റം വന്നിട്ടില്ല. ഇതിനകത്ത് പഴയ ശരീരം തന്നെയാണ്. സ്തോത്രം. ഇതിനകത്ത് പഴയ സ്വഭാവങ്ങൾ കിടപ്പുണ്ട്, പഴയ പിതാമഹന്മാരിലുള്ള പാരമ്പര്യം, അതിലൂടെ കിടക്കുന്ന DNA-ക്കകത്തുള്ള ആ രക്തധമനികളോട് ഒഴുകുന്ന പഴയ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ശരീരം തന്നെയാണ്. പുറത്ത് ഒരു പാപകരമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊന്ന് ബലപ്പെടാതെ വിചാരിച്ച് അല്പം ഒന്ന് ബലപ്പെട്ട് ഞായറാഴ്ച ദിവസം പുറത്തേക്ക് പോകുമ്പം ഹല്ലേലൂയ സ്തോത്രം, എങ്ങനെയെങ്കിലും പൈശാചിക മണ്ഡലം ശ്രമിച്ചിട്ട് നമ്മൾ പ്രാപിച്ച കൃപ എങ്ങനെയെങ്കിലും ചോർത്തിക്കൊണ്ട് പോകാൻ നോക്കിക്കൊണ്ടിരിക്കും. സ്തോത്രം. ശരിയാണ് ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. പക്ഷേ ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസം മാത്രമല്ല
ആഴ്ച മുഴുവൻ ബലത്തോടെ ശക്തി അകത്തുള്ള മനുഷ്യനെ ഈ ദിവസങ്ങളിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആമേൻ, അത് കുറഞ്ഞു പോകുവാനല്ല, ഒരു തലം വരുമ്പോൾ നമുക്ക് മറികടക്കാൻ കഴിയാത്ത ചില മണ്ഡലങ്ങളെ ജയിക്കുവാൻ ഒരു ദൈവശക്തി ദൈവം നമ്മുടെ മേൽ പകരും. സ്തോത്രം. ആമേൻ. അവിടെ അത് കൊളോസ്യർക്കെഴുതിയ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയും സമ്പത്തും പ്രാപിക്കത്തക്ക വണ്ണം, ഞാൻ പറയുന്ന പുതിയ നിയമത്തിൽ ലേഖനങ്ങളായിക്കൊണ്ട് സ്തോത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രാർത്ഥിക്കുക. എനിക്കും സ്തോത്രം അതിൻ്റെ വെളിപ്പാടിനകത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പഴയ നിയമമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെങ്കടലിൽ കിടന്ന കാര്യവും ഒക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇത് ദൈവിക വെളിപ്പാടാണ്. ഈ പുസ്തകത്തിനകത്ത് പുതിയ നിയമത്തിനകത്തെ ലേഖനങ്ങളിൽ മുഴുവൻ കിടക്കുന്നത്. സ്തോത്രം. അതിനകത്ത് നമ്മൾ കടന്നു ചെന്നിട്ട് അതിനകത്തുള്ള സത്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങും. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ എന്നെ ക്ഷീണിപ്പിച്ച, എൻ്റെ ആത്മീയ മനുഷ്യനെ ശോഷിപ്പിച്ച് എന്നെ ആത്മീയ മനുഷ്യൻ വളരുവാൻ തക്കവണ്ണം ഇടയാകാതെ അതിനെ തടഞ്ഞു നിർത്തിയ പൈശാചിക മണ്ഡലത്തിൻ്റെ മേൽ ഈ 2026 ഞാൻ ജയമെടുക്കുമെന്ന് ഈ ദിവസങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ എത്ര പേർ തയ്യാറാകും? എൻ്റെ പുറമേയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ എത്ര മസിലുണ്ടെങ്കിലും എത്ര ശക്തി ഉണ്ടെങ്കിലും ആ ശക്തിയൊക്കെ അല്പം കഴിയുമ്പോൾ പോകും. പക്ഷേ എൻ്റെ അകത്തുള്ള മനുഷ്യൻ അവൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. അത് ഈ ദിവസങ്ങൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസം കഴിയുന്നതോറും എനിക്കൊരു രൂപാന്തരം വന്നുകൊണ്ടിരിക്കും. എൻ്റെ ശക്തി കുറയുകയില്ല, എൻ്റെ ശക്തി വർദ്ധിക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെല്ലും, നിന്നാൽ ഞാൻ മതിലിനെ ചാടിക്കിടക്കും. സ്തോത്രം. അപ്പോൾ കർത്താവുമായിട്ടുള്ള കൂട്ടുബന്ധമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലുള്ള വ്യാപാരത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ആത്മീയ മനുഷ്യൻ അത് കൂടുതൽ കൂടുതൽ വളരാൻ തുടങ്ങുന്നത്. ആമേൻ. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടും ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, കർത്താവേ കുറച്ചുകൂടെയൊക്കെ ഒരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെയൊക്കെ ഒരു അധികാരം ഉണ്ടായിരുന്നെങ്കിൽ, പുറത്തുള്ള ചില ശക്തികളെ ഈ ശുശ്രൂഷയ്ക്ക് തന്നെ ഒരു മാറ്റം വന്നേനെ. സ്തോത്രം. ഹല്ലേലൂയ. ഭൂതങ്ങളുടെ മേലുള്ള അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിലും അതിനാവശ്യമായിരിക്കുന്ന ദൈവകൃപയും ദൈവശക്തിയും അതിനാവശ്യമായിരിക്കുന്ന ദൈവിക ജ്ഞാനവും എല്ലാം കർത്താവ് നമ്മുടെ മേൽ പകരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ തന്നെയുള്ള നമ്മളെ ഒപ്രസ് ചെയ്യുന്ന ചില ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ ജയമെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവശക്തി ദൈവത്തിന് പകരാൻ താല്പര്യമുണ്ട്. അത് ലഭ്യമാണ്. അത് ഈ ദിവസങ്ങളിൽ ആർജിച്ചെടുക്കാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ മുന്നോട്ടുള്ള ചില കാര്യങ്ങളുടെ മേൽ ദൈവം ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കത്തില്ല. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയുടെ ആഴങ്ങൾ വെളിപ്പെടുമ്പോൾ അത് തനിയെ മാറിപ്പോകുവാനും വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം ഇന്ന് പലരും ഡിപ്രഷൻ്റെ അനുഭവത്തിലായിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഭയത്തിൻ്റെതായ അനുഭവത്തിലായിരിക്കുന്നവരുണ്ട്. ചില പറയും എനിക്ക് ശാരീരികമായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്നെ ക്ഷീണം കാണാൻ തളർച്ചയിടുന്ന ഒരു പ്രത്യേക അനുഭവം. അങ്ങനെ പല രീതിയിൽ ശാരീരികമായിട്ട് ഒപ്രഷൻ നമ്മുടെ ശരീരത്തിന് മേൽ കൊണ്ടിരുന്ന ചില വ്യാപാരങ്ങൾ ഈ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ മടുപ്പ് കൊണ്ടിരുന്ന ഉറക്കമാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുരടിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അല്ലെങ്കിൽ പാപകരമായ ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ പഴയ സ്വഭാവങ്ങളിലേക്ക് വീണ്ടും നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നൊരു ശക്തി ഈ ശരീരത്തിനകത്തുണ്ട്. പക്ഷേ ഇന്ന് ആ ശക്തിയുടെ മേൽ, ആ ഒരു സ്വാധീന വലയത്തിൻ്റെ മേൽ നമുക്ക് ജയം തരാൻ ദൈവത്തിന് കഴിയും. അതിനുവേണ്ടി ആഗ്രഹം ഉണ്ടായാൽ മതി. ഈ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു ഉപകരണമായി ഈ ദിവസങ്ങൾ എനിക്ക് പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിലും എന്നെ ഭയപ്പെടുത്തുന്ന ചില അവസ്ഥകളുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ക്ഷേമെടുക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, ഞങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ചിലത് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഇതൊരു വെളിപ്പാടാണ്, ഞാൻ അധികം ഇതിനകത്ത് നോക്കിയിട്ടില്ല. പക്ഷേ എങ്കിലും പരിശുദ്ധാത്മാവ് ഉള്ളിൽ തരുന്ന ചിലത് ഇന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുമ്പോൾ ആമേൻ അകത്തുള്ളത് ഈ ദിവസങ്ങളിലും നമ്മുടെ ശരീരത്തോട് വാദിക്കുന്ന
ബാധിക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിലും ഈ ദിവസങ്ങളിലും പരിശുദ്ധി ആത്മാവിൻ്റെ ആമേൻ ഒരു ഒഴുക്ക്, ഒരു ശക്തി, ഒരു പ്രവൃത്തി എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ എൻ്റെ അകത്തുള്ള മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങും, ആ മനുഷ്യൻ വളരാൻ തുടങ്ങും. ആമേൻ ഈ ദിവസങ്ങളിലും യുദ്ധം ചെയ്യാൻ തക്കവണ്ണം അതിന് നേരെ നിൽക്കുന്ന ആമേൻ ചില മണ്ഡലങ്ങളുടെ മേലുള്ള ആ വാഴ്ചകളെ തകർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കൃപ കർത്താവിന് പരിശുദ്ധി ആത്മാവ് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ചിന്തകളെ പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ. എന്ന വിശ്വാസ ജീവിതത്തിൽ വരാത്തവരല്ല, വന്നവർ നമ്മളിൽ പലരും, മിക്കവാറും പലരും ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാറില്ല. പക്ഷേ പലരും സംസാരിക്കാറുമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് വെളിയിൽ യൂറോപ്പിലും US-ലുമൊക്കെയുള്ള പല വിശ്വാസികളും അവർക്ക് ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയാത്ത ഒരുപാട് വിശ്വാസികളുണ്ട്. ഒരുപാട് ഡിപ്രഷനിലായിരിക്കുന്നവരുണ്ട് സ്വതം. പക്ഷേ അതിൻ്റെ മേലൊക്കെ ജയമെടുക്കുവാനുള്ള എല്ലാ സ്തോത്രം കാര്യങ്ങൾ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങിയാൽ പുറമേ ഉള്ളവനെ എന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. എന്നെ കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും മണ്ഡലം ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒരു ജയം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കും. കർത്താവേ, സ്തോത്രം, വെളിപ്പെടാതെ കിടക്കുന്ന ഏതെങ്കിലും മണ്ഡലമുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ നാമത്താൽ ക്ഷയമുണ്ട്. ഹടബല ശാന്ത ബൗഢഭാരദീപ ഹല്ലേലൂയ. മറഞ്ഞു കിടക്കുന്ന ചിലത് യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് മാറിപ്പോട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ മൈറ്റി ഹോളി ഗ്രേറ്റ് നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളിൽ പകരപ്പെട്ട പരിശുദ്ധി ആത്മാവ് പുറത്തുള്ള ഏത് ആത്മാവിനേക്കാളും ശക്തിയുള്ളതാണ്. എന്നെ നിയന്ത്രിക്കാൻ ഒരാത്മാവിനും ആവിന് അധികാരമില്ല. ഹല്ലേലൂയ. എൻ്റെ മേൽ വസിക്കുന്ന ആത്മാവ് യേശു ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ ഈ മർത്യ ശരീരത്തിന് ജീവൻ നൽകുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി എൻ്റെ അകത്ത് കിടപ്പുണ്ട്. അത് ഈ ദിവസങ്ങൾ വെളിപ്പെട്ട് വരണം, ഈ ദിവസങ്ങൾ വെളിപ്പെട്ട് വരണം, ഈ ദിവസങ്ങൾ വെളിപ്പെട്ട് വരണം. എൻ്റെ ആത്മീയ കണ്ണുകളെ കുരുടാക്കിയിട്ടിരിക്കുന്ന അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് വിട്ടുമാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് കർത്താവിനോട് പറ, കർത്താവേ, എൻ്റെ ആത്മീയ കാഴ്ചപ്പാടുകൾക്കൊരു മാറ്റം വേണം, എൻ്റെ ആത്മീയ വെളിപ്പാടിനൊരു മാറ്റം വരണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ്റെ വിളിയാളുടെ ആശയം എന്താണെന്നും വിശുദ്ധന്മാരുടെ ധനമെന്താണെന്നും അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്നും തിരിച്ചറിയുവാൻ ദൈവസഭയുടെ ആത്മീയ കണ്ണുകൾ തുറക്കുവാനാണ് ആമേൻ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഇത് വെളിപ്പെട്ടാൽ സ്വതം ശക്തി കേന്ദ്രങ്ങൾ തന്നെ തകരാൻ തുടങ്ങും. ആമേൻ. മനസ്സിനെ നിർവീര്യമാക്കുന്ന ആമേൻ മണ്ഡലങ്ങളുണ്ട്. അതിലേക്ക് കൂടുതൽ പോകാൻ സ്തോത്രം. പലപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പലപ്പോഴും നിയന്ത്രിക്കുന്ന ചില മണ്ഡലങ്ങളുടെ മേൽ ക്ഷേമെടുക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൻ്റെ ആഴങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ, സ്തോത്രം, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആത്മീയ മനുഷ്യൻ്റെ ബലം വർദ്ധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ആമേൻ ആ കൂട്ടുബന്ധത്തിലൂടെയാണ്. ആമേൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണത സമ്പത്തും പ്രാപിക്കത്തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ചാൽ ഞാൻ അത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. അവിടെ പലർക്കും കർത്താവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ, യഥാർത്ഥത്തിൽ നമുക്ക് യേശുവുമായിട്ടുള്ള ആത്മീയ കൂട്ടുബന്ധത്തിൽ ഇതിനകത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ള കൂട്ടുബന്ധം പോലെ തന്നെ യേശുവുമായിട്ടുള്ള ഒരു ബന്ധം വേണം. നമ്മൾ പാട്ടുപാടെ യേശുവെ സ്നേഹിക്കുന്നൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുമ്പം ബീൻ എ റിയൽ എക്സ്പീരിയൻസ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. സ്തോത്രം. പലർക്കും യേശു എന്ന് പറയുന്നതല്ലാതെ പലപ്പോഴും നമുക്ക് യേശു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പലർക്കുമായി തീർന്നിട്ടില്ല. പക്ഷേ ആ ദിവസം കഴിയുന്നവരും യേശുവുമായിട്ടുള്ള ആ കൂട്ടുബന്ധത്തിൻ്റെ ആഴങ്ങൾ ഒന്ന് വർദ്ധിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ അകത്തുള്ള മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സകല വിഷയങ്ങളെയും
നിയന്ത്രിക്കുന്ന യേശുവാണെന്ന് അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് യാഥാർത്ഥ്യമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ യേശു ഒരു യാഥാർത്ഥ്യമായി തീരാൻ തുടങ്ങും. ചെറുതും വലുതുമായ സകല വിഷയങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് പോണേ, കർത്താവേ, ഐ പുട്ട് എവറിത്തിങ് ഇൻ ടു യുവർ ഹാൻഡ്സ്. ഇനി എൻ്റെ കരങ്ങളിലല്ല, അവിടുത്തെ കരങ്ങൾ. ഇന്നത്തെ ദിവസം ഞാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ സകല വിഷയങ്ങളെയും എന്ത് ആലോചന ഉണ്ടെങ്കിലും എന്ത് പദ്ധതി ഉണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ കരങ്ങൾ കൊടുത്തിട്ട്, എന്ത് പ്രശ്നമാണെങ്കിലും ഗുരുതരമായ വിഷയമാണെങ്കിലും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ച് ആകുലപ്പെടരുത്. യേശുവിൻ്റെ കരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഞാൻ കണ്ണാൽ കണ്ടിട്ടുണ്ട്. അത് കാണാൻ തുടങ്ങുമ്പോൾ മനസ്സിലാകും, യേശു ജീവിക്കുന്നുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു മരിച്ചു, യേശു ഉയർത്തു, യേശു പിതാവിൻ്റെ സന്നിധിയിൽ പോയി. പക്ഷേ ഇന്നും യേശു ഇതിനകത്തുണ്ട്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ജീസസ് ഈസ് സ്റ്റിൽ റൂളിങ് മൈ ലൈഫ്. സകലത്തിന് മേലും യേശു ക്രിസ്തുവിന് നിയന്ത്രണമുണ്ട് എന്ന് തിരിച്ചറിയാൻ തക്കോണം ഒരു ദൈവിക അനുഭവം ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് ദൈവം പകരാൻ തക്കണമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഒരു സത്യമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ അകത്ത് യേശു ഇന്നും ജീവിക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നത് അത് കുറയാൻ പോകുന്നില്ല. അത് യേശു കൂടുതൽ ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് നമ്മുടെ അകത്ത് യേശുവിൻ്റെ ആമേലുള്ള വിശ്വാസം വർദ്ധിച്ചു വരാൻ തുടങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തി പുറത്ത് വരാൻ തുടങ്ങും. അതിനനുസരിച്ചുള്ള പ്രവൃത്തി പുറത്ത് വരാൻ തുടങ്ങും. ഹല്ലേലൂയ. യേശുവുമായിട്ടുള്ള സഹവർത്തിത്വം വരുമ്പോൾ എൻ്റെ ഭയങ്ങളിൽ പലതും ഭയങ്ങൾ വിടുമാറും. കാരണം യേശു ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? യേശു ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? അല്ലേ? യേശു ആ വിഷയത്തിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. അത് എങ്ങനെ ഇപ്പോൾ സോൾവ് ആയില്ലെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ അതിൻ്റെ സൊല്യൂഷൻ സമയമാകുമ്പോൾ യേശുവിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ വിഷയത്തിൻ്റെ സൊല്യൂഷൻ കർത്താവ് സമയമാകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ എനിക്ക് വേണ്ടി ചെയ്തിരിക്കും. കാരണം യേശു വിശ്വസ്തനാണ്. യേശു എൻ്റെ ജീവിതത്തിലെ കർത്താവും രക്ഷിതാവുമാണ്. ആമേൻ. അപ്പോൾ എഫീഷ്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തി കുറയരുത്. എൻ്റെ അകത്തുള്ള മനുഷ്യൻ്റെ ശക്തി വർദ്ധിക്കണം. എൻ്റെ ആത്മീയ മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങണം. ഒരു പൂർണ്ണ ആത്മീയനായി തീരുവാനാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആഗ്രഹം. സ്തോത്രം. തികഞ്ഞൊരു ആത്മീയനായാൽ ഒറ്റ വ്യക്തിക്ക് പോലും നമുക്ക് നേരെ വിരൽ ചൂണ്ടാൻ കഴിയത്തില്ല. സ്തോത്രം. യേശു യഥാർത്ഥത്തിൽ 100% ആത്മീയനായവരാണ് യേശു മാത്രമേ ഉള്ളൂ. യേശുവിന് ഇന്ന് വരെ ആർക്കും വിരൽ ചൂണ്ടാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാത്ത ദൈവദാസന്മാരെയൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്, അവർ ചെയ്ത തെറ്റുകൊണ്ട് വിരൽ ചൂണ്ടുന്നുണ്ട്, അല്ലാതെ ചൂണ്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ശത്രുവിനെ ജയമെടുക്കുവാൻ കഴിയത്തില്ല. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് എൻ്റെ അകത്തുള്ള മനുഷ്യനെ ഈ ദിവസങ്ങളിൽ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും എൻ്റെ അകത്തുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും, അത് ശക്തി പ്രാപിക്കും. ഈ ദിവസങ്ങളിലും കർത്താവുമായിട്ടുള്ള സഹബന്ധത്തിലേക്ക് ഞാൻ വരുമ്പോൾ ആ മനുഷ്യൻ ഈ ദിവസങ്ങൾ ബലപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അവിടെ പറയുകയാണ്, എഫീഷ്യർ ലേഖനം 3:16 സമയമുള്ള വായിച്ചാൽ മതി. പക്ഷേ എഫീഷ്യർ ലേഖനം 3:20 പറയുകയാണ്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തേശിലും എന്നേക്കും തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മാരുതി കാർ ചോദിച്ചാൽ ബെൻസ് തരും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായി, നമ്മുടെ ആലോചനകൾക്കപ്പുറമായി ദൈവിക പദ്ധതികൾ നമ്മൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറമായി ദൈവികമായിട്ടുള്ള ചില ദൈവിക പദ്ധതികൾ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുമ്പോൾ നമ്മൾ പറയും, കർത്താവേ, ഞാൻ ചോദിച്ചതല്ല തന്നത്, പക്ഷേ അതിനപ്പുറമായിട്ടുള്ള ചില കാര്യങ്ങളെയാണ് കർത്താവ് എനിക്ക് വേണ്ടി തന്നത്. ചോദിച്ചത് ലഭിച്ചില്ലെങ്കിലും ഞാൻ ചോദിച്ചതുപോലെ തന്നെ ചില കാര്യങ്ങൾ അതിലും ശ്രേഷ്ഠമായതിനെ സമയമായപ്പോൾ എൻ്റെ കരങ്ങളിലേക്ക് കർത്താവ് തരുവാൻ തക്കവണ്ണയാകണമെങ്കിൽ ഹൃദയങ്ങളിൽ അവയെ സംബന്ധിച്ച് ശക്തിയോടെ ക്രിസ്തു വിശ്വാസത്താൽ അടിസ്ഥാനപ്പെട്ട്, അപ്പോൾ ക്രിസ്തു വിശ്വാസം അകത്ത് വ്യാപരിച്ചാൽ, ക്രിസ്തു വിശ്വാസം അകത്ത് വ്യാപരിക്കാം. ക്രിസ്തുവിലുള്ള വിശ്വാസം അകത്ത്
വ്യാപരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഇന്ന് ശക്തി പ്രാപിക്കണം, പക്ഷേ പുറത്തോട്ട് പോകുമ്പം ഈ ശക്തിയെ അപഹരിക്കാൻ വേണ്ടി പിശാച് നോക്കിയിരിപ്പുണ്ട്. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി ഗലീലയെ വിട്ടു പോകുമ്പോൾ അന്ന് വരെ വെളിപ്പെടാതിരുന്നത് പിശാച് ആദ്യമായി വെളിപ്പെടുന്നത് യേശുവിൻ്റെ മേൽ ശക്തി ഇറങ്ങിയപ്പോഴാണ്. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ പിശാചിന് മനസ്സിലായി ഇവൻ്റെ മേലൊരു ശക്തി വ്യാപരിച്ചിട്ടുണ്ട്, ഇവൻ്റെ മേൽ ഉച്ചമ ഉള്ളങ്കാൽ വരെ ദൈവശക്തി വ്യാപരിച്ചിട്ടുണ്ട്. പുറമേ ഉള്ള മനുഷ്യനല്ല, അകത്തുള്ളവനെ കർത്താവ് ബലപ്പെടുത്തിയപ്പോഴത്തേക്കും പിശാച് പുറത്ത് വന്നു. പിശാച് പറഞ്ഞു, ആമേൻ, ഇവനെ ഞാൻ വിടത്തില്ല, ഇവൻ മുമ്പോട്ട് പോയാൽ ഇവൻ ചിലതിൻ്റെ മേൽ. ദൈവശക്തി കടന്നു വന്ന പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൻ്റെ മേൽ അല്ലെങ്കിൽ സീറോ ആയിരുന്നവനെ ദൈവം ഒരു ഹീറോ ആക്കി മാറ്റി. സ്തോത്രം, ആമേൻ. ചോദ്യചിഹ്നമായിരിക്കുന്നവനെ എക്സ്ക്ലമേഷൻ മാർക്കാക്കാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവശക്തിയുടെ ആഴങ്ങൾ അത്ര, ആമേൻ, സ്തോത്രം, വിപുലമാണ്. പക്ഷെ പെന്തക്കോസ്തിൽ പരിശുദ്ധി ആത്മാവിനാൽ നിറഞ്ഞ് 3000-ഓളം പേരുടെ സ്നാനത്തെ നടത്തുവാൻ തക്കവണയായ പത്രോസ് അപ്പോസ്തലൻ, ആമേൻ, ശിഷ്യന്മാരും അല്പം കഴിഞ്ഞപ്പം അവർ ഭയപ്പെട്ട് മുറിക്കാതെ കയറി വീണ്ടും ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ചുറ്റുമുള്ളവർ അവരെ തകർക്കുമെന്ന് വാദിച്ചപ്പോൾ, ആമേൻ, അവർ ഒരുമിച്ച് കരം കോർത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ സ്ഥലത്തെ ദൈവം ഒന്ന് കുലുക്കി അവരുടെ മേലെല്ലാം ശക്തിയെ ദൈവം വീണ്ടും പകരുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ശക്തി പ്രാപിച്ചാലും നമ്മുടെ ശക്തിയെ ചോർത്തിക്കളയാൻ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വിട്ടുകൊടുക്കരുത്. ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ മേലുള്ള ദൈവശക്തി ഈ ദിവസങ്ങളിലും ചോർത്തിക്കൊണ്ട് പോകാൻ ഇടയാകത്തില്ല. അതിനെ വീണ്ടും ശക്തി പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് ഈ ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഇനിയും ഇതാ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ കിടപ്പുണ്ട്. അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ദൈവശക്തിയെ ദൈവം പകരുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ, 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 സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, ആമേൻ, ഈ ദിവസങ്ങളും ആമേൻ കൂടുതൽ വെളിപ്പെടുമ്പോൾ നമ്മളിലേക്ക് ദൈവശക്തിയുടെ ആഴം നമ്മൾ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ പറ്റി പറഞ്ഞത്, പൗലോസ് അപ്പോസ്തലൻ ആത്മാവിനാൽ നിറഞ്ഞതിന് ശേഷം നാൾക്കുനാൾ അദ്ദേഹം ബലപ്പെട്ടുകൊണ്ടിരുന്നു. നാൾക്കുനാൾ, സ്തോത്രം, ശരീരത്തിലല്ല ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. തക്കവണ്ണം പിന്നോട്ട് പിടിക്കുന്ന ആ ശക്തി യേശുവിൻ്റെ നാമത്തിൽ മാറും. അപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, സ്തോത്രം, ഈ ദിവസങ്ങളിലും വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ആമേൻ, നമ്മൾ ശക്തി പ്രാപിക്കാൻ തുടങ്ങും. അപ്പോൾ അകത്തുള്ള മനുഷ്യൻ ആത്മീയ മനുഷ്യനാണ്. പുറമേ ഫുഡ് കഴിക്കാം, ആമേൻ, ബൂസ്റ്റോ സൂപ്പോ, സ്വന്തം പിന്നെ പ്രോട്ടീൻസും ഒക്കെ ജിമ്മിൽ പോകുന്നവരൊക്കെയാണ് അതൊക്കെ കഴിച്ച് പുറമേ ഉള്ള മനുഷ്യനെ ബലപ്പെടുത്തണം. പക്ഷേ അകമേ ഒരു മനുഷ്യൻ കിടക്കുന്ന മനുഷ്യൻ, പാവം പിടിച്ച മനുഷ്യനകത്തുണ്ട് ഒരു ആത്മീയ മനുഷ്യൻ. ഈ ആത്മീയ മനുഷ്യനെ പറ്റി നമ്മളൊരുവരും ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ കൊണ്ടൊന്നും ആത്മീയ മനുഷ്യൻ ബലപ്പെടത്തില്ല. ദൈവവചനത്തിൻ്റെ മെഡിറ്റേഷൻ. ആത്മീയ മനുഷ്യന് ഭക്ഷണം വേണം. ആത്മീയ മനുഷ്യന് ഭക്ഷണം വേണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ആത്മീയ മനുഷ്യൻ ബലപ്പെട്ടാൽ ശരീരം തന്നെ ബലപ്പെടും. ആത്മീയ മനുഷ്യൻ ബലപ്പെട്ടാൽ മനസ്സ് ബലപ്പെട്ടിരിക്കും. തിരിച്ച് ശരീരം ബലപ്പെട്ടാൽ ആത്മീയ മനുഷ്യൻ ബലപ്പെടാൻ നിർബന്ധമൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഈ ദിവസങ്ങൾ എൻ്റെ ആത്മീയ മനുഷ്യൻ പ്രധാനപ്പെട്ടതാണെന്ന് ഈ ദിവസങ്ങൾ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു മുതൽ മുടക്ക് എടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ ദിവസങ്ങൾ എൻ്റെ അകത്തുള്ള മനുഷ്യനെ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാൾ ഏറെ ഞാൻ ബലപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷകൾക്കൊരു മാറ്റം വരണം. ഹല്ലേലൂയ. കുടുംബത്തിനകത്തൊരു മാറ്റം വരണം. എൻ്റെ ചുറ്റുവട്ടമുള്ളവരുടെ ജീവിതത്തിൽ എന്നിലൂടെ ചിലത് കണ്ടിട്ട് അവർ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഒരു ദൈവശക്തിയുടെ ആഴങ്ങൾ എൻ്റെ മേൽ വെളിപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആണ് ഒരു ആത്മീയ മനുഷ്യൻ്റെ ഭക്ഷണം. അത് ഭക്ഷിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. ബൈബിൾ എടുത്ത് തലയണ വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ വിടുതലില്ല.
ദൈവവചനത്തിൻ്റെ നിരന്തരമായ ഒരു മെഡിറ്റേഷനിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ പലപ്പോഴും ഈ ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സ്തോത്രം. കാരണം സ്കൂളിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇനിയും ഇതൊക്കെ പഠിക്കുക വായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹല്ലേലൂയ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ദൈവവചനം യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കാനല്ല മെഡിറ്റേറ്റ് ചെയ്യാൻ തയ്യാറാകുമ്പം ബൈബിളിനകത്ത് ഏറ്റവും നീളം കൂടിയ അധ്യായം 119 സങ്കീർത്തനല്ലേ? സ്തോത്രം. വചനത്തെപ്പറ്റി മാത്രമേ ഉള്ളൂ. അതിനകത്ത് ദാവീദ് പറയുകയാണ്, ഒരുപാട് കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അവിടെ. ആ വചനം വായിക്കും തോറും എൻ്റെ അണ്ണാക്കിന് അത് തേനേക്കാളും തേൻകട്ടയേക്കാളും മധുരമാണെന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് ഈ ദിവസങ്ങളിൽ ഇടയാകുന്നുവെങ്കിൽ, സ്തോത്രം, നമ്മളുടെ ആത്മീയ മനുഷ്യൻ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. യോശുവയുടെ ജീവിതത്തിൽ ദൈവം യോശുവയോട് പറഞ്ഞൊരു കാര്യം, യോശുവയെ, നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ മോശയോട് കൂടെ എന്നവ ഞാൻ നിൻ്റെ കൂടി ഇരിക്കും. പക്ഷേ നിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ രാവും പകലും നീ ധ്യാനിക്കണം. ധ്യാനിച്ചാൽ നീ കൃതാർത്ഥനായിരിക്കും. ഞാൻ പറയുന്നതൊക്കെ സിമ്പിൾ കാര്യമാണ്. ഞാൻ പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. പക്ഷേ ആമേൻ, ഇതിനകത്ത് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവർ ഉണ്ടോ എന്ന് എനിക്കത് ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പക്ഷെ അതിനപ്പുറത്ത് ആ ദൈവിക വെളിപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ ലഭിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള കൊളോസ്യർ ലേഖനം 1:3 പറയും, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായിട്ട് കർത്താവ് യോഗ്യമാവൻ ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണം. ഞാൻ പറഞ്ഞു, എനിക്കറിയാം സ്തോത്രം, പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഒരു 4-5 പ്രാവശ്യം വായിച്ചാലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. സ്തോത്രം. ഞാൻ എൻ്റെ കൊളോസ്യർ ലേഖനം ഈ വർഷം ഞാൻ 1-2 ചാപ്റ്റർ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. വായിക്കല്ല, ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അത് ധ്യാനിക്കും തോറും അതിനകത്തുനിന്ന് കൂടുതൽ വെളിപ്പാട്, കൂടുതൽ കാര്യങ്ങൾ കർത്താവ് നമുക്ക് കാണിച്ചു തരണം. ഹല്ലേലൂയ. അത് പുറമേ ഉള്ള കാര്യമല്ല, അകമേ ഉള്ള കാര്യം. അകത്തുള്ള മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു അത്ഭുതമാക്കി നമ്മളെ ദൈവത്തിന് മാറ്റാൻ കഴിയും. നമ്മളെ ഒരു ശക്തിക്ക് നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. ഒരു പ്രശ്നത്തിന് നമ്മളെ കീഴടക്കാൻ കഴിയത്തില്ല. പിശാചിൻ്റെ ഒരു തന്ത്രവും ചേവെടുക്കുവാനാകത്തില്ല. വചനം നമ്മളെ ഈ ദിവസങ്ങളിൽ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇന്ന് പകലിൽ എത്ര പേരൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയും, കർത്താവേ, എല്ലാ ദിവസവും വചനം വായിക്കുന്നത് ആമേൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഭക്ഷണമായി തീരുവാൻ, ഒരു പ്രത്യേക സമയം മാറ്റിവെക്കുവാൻ, ആമേൻ ഒരു അധ്യായമെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് ധ്യാനിക്കുവാൻ, സിസ്റ്റമാറ്റിക്കായിട്ട് വായിക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ ദൈവവചനത്തിൻ്റെ ആമേൻ പൊരുളുകൾ ആമേൻ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവിക സത്യം ആർക്കും നമ്മളെ വഞ്ചിക്കാൻ കഴിയത്തില്ല. ദൈവവചനം അകത്ത് ക്രിയ ചെയ്താൽ ഒരുവനെ അത് പണിതിരിക്കും, അതുവനെ വിശുദ്ധീകരിക്കും. ദൈവവചനമാകുന്ന ജലത്താൽ ആണ് ദൈവസഭയെ ദൈവം കഴുകുന്നത്. സ്തോത്രം, സ്തോത്രം. ഞാൻ ബേസിക്കിലേക്കാണ് വീണ്ടും പോകുന്നത്, എനിക്കറിയാതെ. സ്തോത്രം. ബേസിക്കിലേക്ക് ഞാൻ പോകുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ബേസിക്ക് മറന്നു പോകുമ്പം ഹല്ലേലൂയ നമുക്ക് നമ്മുടെ ചുവടുവെപ്പുകൾ പലപ്പോഴും തെറ്റിപ്പോകും. ഹല്ലേലൂയ. ദൈവവചനം ധ്യാനിക്കുന്ന ഒരു വർഷമാക്കി കർത്താവെ എന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആമേൻ കഴിവതും പുതിയ നിയമം വായിച്ച് ധ്യാനിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പം അപ്പോസ്തലനായ പൗലോസിന് ഏറ്റവും വലിയ ഭയം ദൈവസഭയിൽ റോങ് ടീച്ചിങ്. ഏത് ലേഖനമെടുത്ത് വായിച്ചാലും അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചിരിക്കുന്ന കാര്യം, ദൈവജനത്തെ തെറ്റിച്ച് കളയുന്ന, ഉപദേശത്തിൽ തെറ്റിച്ച് കളയുന്ന ആമേൻ കള്ള ഉപദേശത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോണമെന്ന് അപ്പോസ്തലനായ പൗലോസിൻ്റെ പത്രോസിൻ്റെ ലേഖനത്തിന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഈ യഥാർത്ഥ ദൈവവചനത്തിൻ്റെ സത്യങ്ങളുടെ പൊരുളുകൾ ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ മേൽ അത് നമ്മൾ മനസ്സിലാകുവാൻ ഇടയായാൽ,
സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പണിയാൻ തുടങ്ങും. നമ്മുടെ ആത്മീയ മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങും. നമ്മൾ ഈ വചനത്തിന് വേണ്ടി ദാഹിക്കാൻ തുടങ്ങും. എൻ്റെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങും. നിത്യതയെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം തരുവാൻ തക്കവണ്ണം അവിടെയാകും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ എഫീഷ്യൻ ലേഖനം 4:14 പറയുകയാണ്. ആമേൻ. അപ്പോൾ ദൈവവചനത്തിൻ്റെ കേൾവിയാലാണ് എന്ത് വരുന്നത്? വിശ്വാസം വരുന്നത്. അകത്തെന്ത് വരണം? വചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ ദൈവമക്കൾ വളരണം. ആത്മീയ മനുഷ്യൻ ദൈവിക പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണം. സ്തോത്രം, സ്തോത്രം. അപ്പം അകത്തുള്ള മനുഷ്യൻ എങ്ങനെ ബലപ്പെടണമെന്ന് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ മനുഷ്യനെ ബലപ്പെടുത്തുന്നത് ദൈവവചനത്തിൻ്റെ കേൾവിയും ദൈവവചനത്തിൻ്റെ ധ്യാനവുമാണെങ്കിൽ അവിടെ ഈ വചനം വായിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം പണിതുകൊണ്ടിരിക്കും. അവിടെ പറയുന്നു കേൾവിയാലാണ് വിശ്വാസം വരുന്നത്. ആകയാൽ വിശ്വാസം കേൾവിയും ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരണം. നമ്മുടെ ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങിയാൽ ആത്മീയ മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങും. ഈ ദിവസങ്ങളിൽ നമ്മുടെ എബ്രഹാമിൻ്റെ ശരീരം 100 വയസ്സുള്ളവനാകിയാൽ, തിരുവചനം പറഞ്ഞിരിക്കുന്നു, ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ശരീരം ക്ഷീണിച്ചാലും വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. 113 വയസ്സായപ്പം ശരീരം ക്ഷീണിച്ചു. ദൈവം പറഞ്ഞു ഇസ്ഹാക്കിനെ യാഗമാക്കണം. അവൻ വിശ്വാസത്തിന് ഒരു കുറവുമില്ല. വിശ്വാസത്തിൽ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു. ഹല്ലേലൂയ. 99 വയസ്സിലുള്ള വിശ്വാസത്തെക്കാളും 113 വയസ്സായപ്പം വിശ്വാസം നേരെ എതിരാ. യേശുവിൻ്റെ നാമത്തിൽ ഭയത്തിൻ്റെ ആത്മാവിനെ യേശുവിനെ ഞങ്ങൾ ഒരിക്കൽ കൂടി ജയമെടുക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ശരീരം ക്ഷീണിച്ചാലും ഹല്ലേലൂയ വിശ്വാസം അകത്ത് വർദ്ധിക്കാൻ തുടങ്ങി. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, ഞാൻ കഴിഞ്ഞ ദിവസം നേരിട്ടത് സിംഹത്തെയാണ്. സ്തോത്രം. പക്ഷേ പിന്നെ നേരിട്ടത് വലിയ ഗോലിയാത്തെന്ന മല്ലനെ. 40 ദിവസം ആമേൻ വെല്ലുവിളിച്ച് നിന്ന ആർക്കും തകർക്കാൻ കഴിയാതിരിക്കുന്ന ഗോലിയാത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അകത്ത് വ്യാപരിച്ചത് വിശ്വാസമായിരുന്നു. പുറത്തുള്ളതല്ല കണ്ടത്, അകത്താ. മനസ്സിലാകുമല്ലോ? അകത്തെ വിശ്വാസമാണ് പുറത്തോട്ട് വ്യാപരിച്ചത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം സിംഹത്തിൻ്റെ കയ്യിൽ തന്നെ വിടുവിച്ച ദൈവത്തിന് അല്ലെങ്കിൽ ഈ മല്ലൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നമായിരിക്കും ഞാൻ നേരിടുന്നത്. പക്ഷെ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, വിശ്വാസം ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ തയ്യാറായിക്കോ. ദൈവം തൻ്റെ പ്രവൃത്തിയെ ഇന്ന് മുമ്പിൽ നിൽക്കുന്ന പൈശാചിക മണ്ഡലം എത്ര ശക്തനാണെന്ന് പറഞ്ഞാലും ഇന്ന് വചനമാകുന്ന കല്ല് എടുത്തൊന്ന് ഉപയോഗിക്കാൻ വിശ്വാസം തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ തകർക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൽ സന്തോഷിക്കാൻ നമുക്ക് തയ്യാറാണ്. നമ്മുടെ ബലം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള സന്തോഷം. ഞാൻ ഒന്നൊരു കാര്യം പറഞ്ഞ് നമുക്ക് വചനത്തിന് വിരമിക്കാം. നമ്മൾ അകത്തുള്ള മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ആമേൻ നമ്മൾ കർത്താവിൽ സന്തോഷിക്കാനാണ്. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആമേൻ നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയിൽ സന്തോഷിക്കണം. എവിടെയാണ്? യഹോവയുടെ സന്തോഷമാണ് നമ്മുടെ ബലം. നമ്മൾ ദുഃഖിച്ചും വിഷമിച്ചും ഇരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിലുള്ള സന്തോഷമാണ് നമ്മുടെ ബലം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏശയ്യ 61 പറഞ്ഞിരിക്കുന്നത് സ്തുതിയുടെ മേലാട വിഷണ്ട മനസ്സിന് വരം ദൈവം കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഡിപ്രഷൻ്റെ അനുഭവത്തിലോ ദുഃഖത്തിൻ്റെയോ നിരാശയുടെയൊക്കെ അനുഭവം ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഏകാന്തതകൾ കൊണ്ടുവരും. ഒരു വരൾച്ചയുടെ അനുഭവം വരും. പക്ഷേ ദൈവമക്കൾ കർത്താവിൽ സന്തോഷിപ്പാൻ ഹല്ലേലൂയ തയ്യാറാകുകയാണെങ്കിൽ കർത്താവിൻ്റെ
സന്തോഷം അനുഭവിക്കുവാൻ തയ്യാറാണെങ്കിൽ, അത് ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിനെ ഒറ്റയ്ക്കാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തയ്യാറാണെങ്കിൽ, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആമേൻ ഞാൻ ജയിലിൽ കിടക്കുക, പക്ഷേ നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ കർത്താവിൽ സന്തോഷം. സ്തോത്രം. അതുകൊണ്ട് ദുഃഖം, നിരാശ കൊണ്ടുവരുമ്പോൾ കർത്താവിൽ മനസ്സിലാക്കണം, ദുഷ്ടൻ്റെ പദ്ധതിയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഡിപ്രഷൻ വരാറുണ്ട്, പക്ഷേ ഞാൻ ചെയ്യുന്നത് ആത്മാവിലിരുന്ന് മുഴക്കാലം മടക്കി ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ ഡിപ്രഷൻ്റെ മേലെ എനിക്ക് ജയം കിട്ടുമെന്നൊക്കെ. സ്വതം ഡിപ്രഷൻ്റെ ആമേൻ വിഷയം വരുമ്പം ഉപവസിക്കാൻ തയ്യാറാകാം. നിരാശ കൊണ്ടുവരുമ്പോൾ ഈ ദിവസങ്ങളിലും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ദൈവവചനം ധ്യാനിക്കാൻ തുടങ്ങി തയ്യാറാകുമ്പോൾ പല ഡിപ്രഷനുകളും മാറും. ഇന്ന് പല വിശ്വാസികളും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവവചനത്തിന് ഇതിനകത്തുള്ള സുവിശേഷം കിടപ്പുണ്ട്. ആമേൻ. അതുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കുക. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. മനുഷ്യനെ അറിയിക്കണ്ട. ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടരുത്. കർത്താവ് പറയാണ്, നിങ്ങൾ വിചാരപ്പെടരുത്. സ്തോത്രം, സ്തോത്രം. ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും. ആമേൻ. അവിടെ നമ്മുടെ ജീവിതത്തിലെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, സ്തോത്രം, നമ്മൾ ആത്മീയ മനുഷ്യൻ ബലപ്പെടുന്നത്, ഒരു ദേവദാസൻ പറഞ്ഞത്, ഒരു ആത്മീയനെ തിരിച്ചറിയണമെങ്കിൽ മുഴങ്കാലുകൾ മടക്കുകയും വിത്ത് എ ബെൻഡ് നീസ് ആൻഡ് എ വെറ്റ് ഐസ് എന്നാണ് വായിക്കുന്നത്. മുഴങ്കാലുകൾ മടക്കി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. മുടക്കാൻ കഴിയുമെങ്കിൽ ദൈവസന്നിധി മുഴങ്കാൽ മടക്കി ആമേൻ അദ്ദേഹത്തിൻ്റെ കണ്ണീരോടെയുള്ള പ്രാർത്ഥിക്കുന്നവനെയാണ് ദൈവം ബലപ്പെടുത്തുന്നത്. സ്തോത്രം. അപ്പോൾ ബൈബിൾ ഉടനീളം ആത്മീയമായിട്ട് ബലപ്പെട്ട ആത്മീയ മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മീയ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ഒരു പ്രത്യേക സമയങ്ങൾ കർത്താവിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ആമേൻ ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. സ്തോത്രം. അതെ, 1 കൊരിന്ത്യർ അതിൻ്റെ 14:4 അത് വായിക്കാം. അവിടെ നമ്മളെ നമ്മുടെ ആത്മീയ മനുഷ്യനെ പണിയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. പക്ഷേ അന്യഭാഷയിൽ സംസാരിക്കാൻ ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല, കിട്ടിയെങ്കിൽ വായിക്കാം. 1 കൊരിന്ത്യർ 14:4 തോന്നുന്നു. അവിടെ പറയും, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ഈസ് ബിൽഡിംഗ് അപ്പ്, നമ്മളെ തന്നെ പണിയുകയാണ്. അപ്പോൾ നമ്മളെ ആത്മീയമായിട്ട് നമുക്കൊരു തളർച്ച വരുമ്പോൾ വർദ്ധിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരും. ഹല്ലേലൂയ. സ്തോത്രം. അതെ, പലരും നമ്മുടെ ശക്തിയെ ചോർത്താൻ വേണ്ടി ചില കൂട്ടുബന്ധങ്ങൾ വരും. പക്ഷേ തിരിച്ചറിഞ്ഞോണം, നമ്മുടെ ശക്തിയെ ചോർത്താൻ വരുന്നവരുണ്ട്. പലപ്പോഴും നമ്മൾ പ്രാപിച്ച ശക്തിയെ ചോർത്താൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അപ്സെറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് സൂക്ഷിച്ചോണം, അത് തിരിച്ചറിഞ്ഞോ, അതിനെ നിസാരവൽക്കരിച്ചാൽ മതി, കുഴപ്പമില്ല. ജസ്റ്റ് ലിവ് ഇറ്റ്. കാരണം എൻ്റെ ഉള്ളിൽ ആത്മീയ മനുഷ്യൻ ഇമ്പോർട്ടൻ്റാണ്. അതിനെ ഒരു വ്യക്തിക്കും, ഞാനത് വ്യക്തമായി അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയാനായിട്ട് ഞാൻ തയ്യാറെടുക്കുമ്പോഴും എൻ്റെ മനസ്സിനെ ആമേൻ പലപ്പോഴും തളർത്തിക്കളയാനായിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, മാനസിക തലങ്ങളെ ആമേൻ ആത്മീയ മനുഷ്യനെ ക്ഷീണിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് അതിനെ സമ്മതിക്കാതെ ഒരു ഓഫീസിലായിരിക്കാം, ഭവനത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിൽ മാനസികമായ തലങ്ങളിൽ ഏതെങ്കിലും മുറിവേൽപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തലത്തിലൊക്കെ നമ്മളെ ക്ഷീണിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു മണ്ഡലമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ മേൽ ക്ഷേമെടുക്കുവാൻ, അതിനെ ഈ ദിവസങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ പൈശാചികമായ ഒരു പദ്ധതിയാണ് തിരിച്ചറിയാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല. ദൈവത്തിന് ദാനവത്തിന് ഇത് വരേണ്ടതിന് മൺപാത്രങ്ങളാണുള്ളത്. സകല വിധത്തിന് കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇടുങ്ങിയിരിക്കുന്ന ബുദ്ധിമുട്ടോടെങ്കിലും ക്ഷീണിക്കുന്നില്ല. നമ്മൾ ഉള്ളിൽ പറയപ്പെട്ട ആത്മാവ്, സ്വന്തം പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം നമ്മൾ വസിക്കട്ടെ. അഭിഷേകം എന്നിൽ വസിക്കുന്നത് കൊണ്ട് എം പൗലോസ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തെ പലപ്പോഴും സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ
ശാരീരികമായി പലപ്പോഴും പീഡിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന ആ സമയത്തൊക്കെ അകത്തുള്ളൊരു ശക്തി അദ്ദേഹത്തിന് അത് തൊടുവാൻ തക്കവണ്ണം ഇടയാകാതെ ആമേൻ അനുഭവിക്കാൻ തക്കവണ്ണം തീമതിന് പോലെ നിൽക്കുന്ന ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ, ആന്തരിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ ബലപ്പെട്ടതുകൊണ്ട് ആയിരുന്ന അവസ്ഥയിൽ ആയിരുന്നുകൊണ്ട് അത്യന്ത ശക്തി മൺപാത്രങ്ങൾ പകർന്നുകൊണ്ട് ആ മൺപാത്രം തകരാതെ ഇരുന്നത്. നമ്മുടെ അകത്തളങ്ങളിലുള്ള ശക്തി വർദ്ധിക്കുന്നുവെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനെ അവരെ തകർത്ത് മരിച്ചുവെന്ന് ചിന്തിച്ച് അദ്ദേഹത്തെ ഇട്ടേച്ച് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ ആഴം അത്രയായിരുന്നു. അദ്ദേഹം അടുത്ത നിമിഷം എഴുന്നേറ്റ് നടന്നു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വ്യാപരിക്കുന്ന ആത്മീയ ശക്തിയുടെ ആഴം എന്താണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. സ്തോത്രം. പക്ഷേ ആ ശക്തി ഈ ദിവസങ്ങളിൽ ഹാലേലൂയ വെളിപ്പെട്ട് വരാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരു തീരുമാനമെടുക്കാൻ എത്ര വരുന്ന തയ്യാറാണ്. കർത്താവേ, ശാരീരികമായി ഞാൻ ക്ഷീണിക്കുന്നുണ്ടായിരിക്കാം. ഹാലേലൂയ. ഒരു പക്ഷേ ഏതെല്ലാം സ്തോത്രം ചുറ്റുവട്ടമുള്ള വിഷയങ്ങളൊക്കെ വളരെ സ്തോത്രം വല്ലപ്പോഴും നമുക്ക് നിരാശപ്പെടുന്നതായിരിക്കാം. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയാണ്, എൻ്റെ ആത്മാവി നീ വിഷാദിച്ച് എന്തിനാണ് ഇറങ്ങുന്നത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ്റെ മുഖപ്രകാശക്ഷയും ദൈവമാകും. നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങണം. സ്തോത്രം. നമ്മളോട് സംസാരിക്കാൻ തുടങ്ങണം. നമ്മുടെ സംസാരങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങണം. ദൈവത്തിൻ്റെ വചനം ഈ ദിവസങ്ങൾ സംസാരിക്കാൻ തുടങ്ങണം. നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ നിർത്തിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം എടുത്ത് ഈ ദിവസങ്ങൾ എന്തിനാൽ ഞാൻ പടക്കോട്ട് നേരെ പാഞ്ഞാലും ഗോഡ് ഈസ് ഏബിൾ ടു ഡു യേശുവിന് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഇന്ന് വിശ്വാസത്തോടെ ചില വചനങ്ങൾ ഏറ്റു പറയാൻ തയ്യാറാണോ? നമ്മളിപ്പോൾ പറയുന്ന വചനം ഇപ്പം ചെയ്യത്തില്ല, പക്ഷെ അല്പം കഴിയുമ്പോൾ ഇതിൻ്റെ ഫലം വരുന്നത്. നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ അല്പം കഴിയാൻ നമുക്ക് മനസ്സിലാകും ആ നെഗറ്റീവ് എന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നെഗറ്റീവ് സ്തോത്രം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് സംസാരിച്ചോണം. സ്തോത്രം. വിശ്വാസമായിട്ട് സംസാരിച്ചോണം. ഈ ദിവസങ്ങൾ ദൈവപ്രവർത്തി വെളിപ്പെടണം. ഹല്ലേലൂയ. സ്പെല്ലെന്ന് പറയുന്നത് ചില സ്പെൽസ് നമ്മളെന്താ സ്പെല്ലെന്ന് പറയുക, അതാ നമ്മൾ ഒരു സ്പെല്ല് ചെയ്യുന്നത് അതിനൊരു പവറുണ്ട്. ചിലർ ശാപവാക്കുകൾ സ്പെല്ല് ചെയ്യും, പക്ഷെ നമ്മൾ അനുഗ്രഹവാക്കുകൾ സ്പെല്ല് ചെയ്യാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങും. ഞാനും കുറച്ച് നാളായിട്ട് നിർത്തിയിരിക്കുക ആൾക്കാരെ കുറ്റം പറയുന്നതും സ്തോത്രം നെഗറ്റീവ് പറയുന്നതും ജഡത്തിലുള്ള സംസാരങ്ങളൊക്കെ അങ്ങ് കുറച്ചു. പറയുന്നതൊക്കെ ആത്മീയമായിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ. കാരണം നമ്മൾ പറയുന്നത് മറ്റവൻ പിടിച്ചുകൊണ്ട് പോകും, പിശാച് പിടിച്ചുകൊണ്ട് പോകും. സ്തോത്രം. അത് നമ്മുടെ ആത്മീയ മനുഷ്യനെ അല്പം കഴിയുമ്പം ഇറ്റ് കം ബാക്ക്, തിരിച്ചു വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഈ ദിവസങ്ങളിലും ഞാൻ നമ്മളെ അനുഗ്രഹിക്കാൻ തന്നെയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഐ ക്യാൻ ഡു. അവിടെ പറയുന്നു, ദൈവം നമ്മൾ ചിന്തിക്കുന്നതിന് ആവശ്യപ്പെടുന്ന അത്യന്തപരമായി എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എത്ര പേർന്നുള്ള കർത്താവേ, ആ ശക്തി അതിൻ്റെ ആത്മീയ മനുഷ്യൻ്റെ ആ ശക്തിയുടെ അളവ് എന്നിലുള്ള ഫോർമേഷൻ യേശു ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം കർത്താവേ, ഞാനൊരു ശിശുവായിരിക്കുവാനല്ല, ഈ ദിവസങ്ങൾ ആത്മീയമായിട്ട് ഞാൻ വളർന്നു വരുവാൻ, ഈ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ ആത്മീയ മനുഷ്യൻ ബലപ്പെട്ട് വരുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങളിലും ദൈവപ്രവർത്തികൾ ജീവിതത്തിൻ്റെ മേൽ ബലപ്പെടുവാൻ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യനൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യനൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ.
ആമേൻ. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മേൽ കർത്താവ് ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ദൈവം പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജെയിംസേട്ടൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് അത് പറയാൻ വിട്ടുപോയി. ലോകം നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ആത്മീയ മനുഷ്യൻ ക്ഷീണിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ദിവസങ്ങളും നമ്മളെ തന്നെ സൂക്ഷിക്കാം, നമ്മുടെ കോട്ടയെ നമുക്ക് സൂക്ഷിക്കാം, നമ്മുടെ ചിന്തകളെ സൂക്ഷിക്കാം, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആത്മീയ മനുഷ്യനെ അതിനെ വളർച്ചയെ തടയുന്ന ഏതെല്ലാം മണ്ഡലങ്ങൾ അതെല്ലാം ഈ ദിവസങ്ങൾ വെളിപ്പെട്ട് കർത്താവ് മാറിപ്പോകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വരവിൽ കറയോ ചുളുക്കമോ ഇല്ലാതെ ഒന്നുമില്ലാതെ സഭ ശുദ്ധിയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് സ്തോത്രം കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. സ്തോത്രം ക്രിസ്തു എന്ന തലയോളം നമ്മളെല്ലാവരും ആയിത്തീരുവാൻ നോക്കണം. പരിശുദ്ധാത്മാ അവിടെ ആകട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച കർത്താവ് നമുക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ ആഴ്ചയെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവെ ഒന്ന് ഞങ്ങൾ ശക്തി പ്രാപിക്കുന്ന നാളുകളാക്കി മാറ്റട്ടെ. ഞങ്ങൾ കടന്നു ചെല്ലുന്ന ഇടത്ത് ദൈവശക്തിയുടെ വ്യാപാരം ഞങ്ങളുടെ വെളിപ്പെട്ട കർത്താവെ ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുന്നതിനായി സ്തോത്രം. ഭവന അന്തരീക്ഷങ്ങളെ കർത്താവ് മാറ്റുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനാ ജീവിതങ്ങളെ കർത്താവ് പുതുക്കുന്നതിനായി സ്തോത്രം. വചനധ്യാനത്തിൽ നിങ്ങൾ തീ കത്താൻ പോകുന്നതിനായി സ്തോത്രം. ഒരു അധികാര ശുശ്രൂഷകളെ പരിശുദ്ധാത്മാ ഈ ദിവസങ്ങളിൽ കാമൻ ദൈവജനത്തിന് മേൽ പകരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഉടബല വർദ്ധന ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. കരങ്ങൾ താഴ്ത്തുന്ന പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും ആശ്വാസവും സഹവാസവും സാന്നിധ്യവും നമ്മുടെ ശക്തി നമ്മുടെ എല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവിലേക്കും ഇരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിന് മാത്രം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ. സ്തോത്രം.